ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദില, നൂറ അതേപോലെ തന്നെ അനു ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനിയിപ്പോൾ എങ്ങനെ പോകുമെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേങ്കിൽ ഇവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒരാവശ്യവും ഇല്ലാതെയാണ് അനുമോളോട് പോയി നീ PR കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നൂറ പറഞ്ഞിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഫ്രണ്ടാണോ ഒരു മറ്റൊരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ആരും പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും നൂറ ആ കാര്യം പറഞ്ഞത് വളരെ മോശമായി പോയിട്ടുണ്ട്. പിന്നെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ ഒപ്പം നടക്കുന്നത് ചില കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് എൻ്റെ ഫെയിമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങൾ കൊണ്ടോ എന്നുള്ള രീതിയിൽ അനു അങ്ങനെ ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല. അനു ഇങ്ങനെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇന്നത് ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിൽ ഡയറക്റ്റ്ലി പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേങ്കിൽ അങ്ങനെ മീൻ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് കണ്ടിട്ടാണ് നിൻ്റെ പുറകെ നടക്കുന്നത്? നിൻ്റെ 1 മില്യൺ ഫോളോവേഴ്സ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ നിൻ്റെ കാർ കണ്ടിട്ടാണോ വീട് കണ്ടിട്ടാണോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചോദ്യം ചോദിച്ചാലും അനു ഡയറക്റ്റ്ലി പറയുന്നില്ല ഇത് കണ്ടിട്ടാണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് അത് ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ള രീതിയിൽ അവർക്കൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ ചെറിയ കാര്യങ്ങൾ വന്നാൽ തന്നെ അനുമോളുടെ ഭാഗത്ത് നിൽക്കാതെ പല സമയത്ത് ഇവർ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ കുത്തിത്തിരിപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് അനുമോളോട് ഒരു മയമില്ലാത്ത രീതിയിലാണ് പല സമയത്തും ഇവർ പെരുമാറാറുള്ളത്. എന്നാൽ പല സമയത്തും അനുമോൾ തിരിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞാലും ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. പക്ഷേങ്കിൽ ഇന്ന് നോക്കുകയാണെങ്കിലും അനുമോളുടെ ഭാഗത്ത് ഒരുപാടധികം തന്നെ മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് തന്നെ ആ ഒരു കിച്ചണിലുണ്ടായിട്ടുള്ള ഇഷ്യൂ അതെല്ലാം തന്നെ അനുമോളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ്. പക്ഷേങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ അനുമോൾക്കും സാധിക്കുന്നില്ല. ഇനി എന്തായാലും ഇവരെ പിടിച്ചെടുത്തി നിങ്ങളുടെ ഭാഗത്ത് ഇതാണ് തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ശരി ഇതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും കാണുമോ? മേ ബി ചിലപ്പോൾ അനീഷ് കാണും. അതല്ലാതെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൗഹൃദം ഇന്നുകൊണ്ട് തന്നെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.